മഹത്വത്തിൻ സാന്നിധ്യം, ദൈവവചനത്തിൻ അഭിഷേകം, മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, മഹത്വത്തിൻ സാന്നിധ്യം. ഈ ശുശ്രൂഷയിലേക്ക് ഒത്തിരിയേറെ സ്നേഹത്തോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. 32-ാം സങ്കീർത്തനം 8-ാം തിരുവചനം. ഞാൻ നിന്റെ മേൽ എൻ്റെ ദൃഷ്ടി ഉറപ്പിച്ച് ഞാൻ നിന്നെ ഉപദേശിക്കാം. വളരെ മനോഹരമായൊരു വചനമാണ്. പുതുവർഷത്തിൻ്റെ ആരംഭ ദിനങ്ങളിലാണ് നമ്മൾ. നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ കർത്താവ് കണ്ണുറപ്പിച്ച് നമുക്കാവശ്യമായ ആലോചനകൾ അവിടുന്ന് നൽകാമെന്ന് ഈ വചനത്തിലൂടെ വാഗ്ദാനം ചെയ്യുകയാണ്. നമ്മുടെ കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. കർത്താവിൻ്റെ പ്രോമിസിൽ വിശ്വസിച്ച് ഈ വിശ്വാസയാത്ര മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധ്യമാകണം. നമ്മുടെ മേൽ കണ്ണുറപ്പിച്ച് നമുക്ക് ആവശ്യമായ ആലോചനകൾ തന്ന് ദിനംതോറും നമ്മളെ പരിപാലിക്കുന്ന കർത്താവിൻ്റെ അത്ഭുത നാമത്തെ ഒരു മനസ്സോടെ നമ്മൾ മഹത്വപ്പെടുത്താൻ പോവുകയാണ്. നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ കുഞ്ഞുങ്ങളെ, തൊഴിൽ മേഖലകളെ, ശുശ്രൂഷ മണ്ഡലങ്ങളെ, നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും നമ്മുടെ മധ്യയുള്ള കർത്താവിൻ്റെ കൃപയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മെ തെരഞ്ഞെടുത്ത കർത്താവ് നമ്മോടൊപ്പമുണ്ട്. നമ്മെ വിട്ടുപിരിയാതെ നിൽക്കുന്ന കർത്താവിൻ്റെ ജീവനുള്ള സാന്നിധ്യം പ്രിയ സഹോദരങ്ങളെ നമ്മൾ ഈ നിമിഷം അനുഭവിച്ച് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ശാലോം ടെലിവിഷനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. ഈ ടെലിവിഷനിലൂടെ കർത്താവ് സാർവത്രിക സഭയ്ക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന നിരവധിയായ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞ് നിങ്ങളായിരിക്കുന്നിടത്തൊരു നിമിഷം എഴുന്നേറ്റ് നിൽക്കുക. വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി ഇന്നും ജീവിക്കുന്ന കർത്താവിൻ്റെ അത്ഭുത നാമത്തെ നമ്മൾ ഒരുമിച്ച് വിളിക്കാൻ പോവാണ്. കർത്താവിൻ്റെ നാമം വിളിക്കുന്നവരെല്ലാം രക്ഷ പ്രാപിക്കും. ആ നാമത്തിൽ ഡെലിവറൻസ് ഉണ്ട്, ആ നാമത്തിൽ സൗഖ്യങ്ങളുണ്ട്, ആ നാമത്തിൽ അതിസ്വാഭാവിക കൃപകളുണ്ട്, ആ നാമത്തിൽ നമുക്ക് ആവശ്യമായ അഭിഷേക ശക്തിയുണ്ട്. ഈശോ 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 യേശു നാമത്തിന്റെ ശക്തി തിരിച്ചറിഞ്ഞ് സഹോദരങ്ങളെ നമുക്ക് ഒന്നിച്ച് വിളിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ നാമത്തിന്റെ ശക്തിയാൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധ റൂഹായേ, യേശു നാമത്തിന്റെ ശക്തി ഞങ്ങളുടെ ജീവിതങ്ങളിൽ വെളിപ്പെടുത്തണമേ, കുടുംബങ്ങളിൽ വെളിപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഈ പുതുവർഷത്തിൽ ഞങ്ങളുടെ വിശ്വാസത്തെ വളർത്തണമേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ, ദൈവത്തിന്റെ കാറ്റായി ജനകോടികളിൽ ആഞ്ഞു വീശണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളടിച്ച് ആത്മാവിൽ നിറഞ്ഞ് ഒരു മനസ്സോടെ നമ്മൾ കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. നമ്മുടെ കർത്താവ് എത്രയോ നല്ലവനാണ്. കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വിശ്വസ്തതയോർത്ത്, ഇന്നോളം കരം പിടിച്ച് നയിച്ച കർത്താവിൻ്റെ പരിപാലനകളെ ഓർത്ത്, അവിടുത്തെ മഹത്വം നമ്മളെ സൂക്ഷിച്ചതിനെ ഓർത്ത്, നമ്മുടെ ബുദ്ധിക്ക് അതീതമായി കർത്താവ് നമ്മളെ നടത്തി ഓരോ സാഹചര്യത്തെ ഓർത്ത് നന്ദി പറഞ്ഞ് നന്ദി പറഞ്ഞ് നന്ദി പറഞ്ഞ് നമ്മൾ ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. കർത്താവിൻ സ്നേഹത്തിൽ നിത്യം വസിച്ചിടുവാൻ വൻകൃപയേകിടണേ. ഭിന്നത വിദ്വേഷം ഇല്ലാതെ ജീവിക്കാൻ നൽവരം നൽകിടണേ.
കർത്താവിൻ സ്നേഹത്തിൽ ശോ. നിത്യം വസിച്ചിടുവാൻ ആമേൻ. വൻ കൃപയെ കിടണേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭിന്നത വിദ്വേഷം ഇല്ലാതെ ഇല്ലാതെ ജീവിക്കാൻ ജീവിപ്പാൻ നൽവരം നൽകിടണേ. ലോകം പാപം പിശാചെന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. ഈശോയേ, ഞാൻ അവിടുത്തെ കൃപയുടെ മറവിലാണ്. ഞാൻ മാത്രമല്ല, എന്റെ കുടുംബം, എനിക്കുള്ളവർ എല്ലാം അങ്ങയുടെ സാന്നിധ്യ മറവിലാണ്. ജീസസ്, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. അങ്ങേ ചിറകിൻ മറവിലാണു ഞാൻ. എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഓ ലോർഡ്, ഇൻക്രീസ് അവർ ഫെയ്ത്ത്. വർദ്ധിപ്പിക്കണേ. അങ്ങേ ചിറകിൻ മറവിലാണു ഞാൻ. എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. ഈശോ, അഭിഷേകം ഒഴുകട്ടെ, ഒഴുകട്ടെ ജനപദങ്ങളിലേക്ക്, ജനകോടികളിലേക്ക്, കുടുംബങ്ങളിലേക്ക്, ദേശങ്ങളിലേക്ക്, രാജ്യങ്ങളിലേക്ക്, സഭാ സമൂഹങ്ങളിലേക്ക് വിശ്വാസത്തിന്റെ തീ, വിശ്വാസ കൃപ, വിശ്വാസ ചൈതന്യം വ്യാപരിക്കട്ടെ. ജീസസ്, ആമേൻ, ആമേൻ, ആമേൻ. വിശ്വാസം വർദ്ധിപ്പിക്കണേ. ഈശോയേ, അങ്ങേ ചിറകിൻ മറവിലാണു ഞാൻ. എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. വിശ്വാസം വർദ്ധിപ്പിക്കണേ. പരിശുദ്ധ അമ്മ മാതാവേ, സത്യവിശ്വാസത്തിൽ ദിനംതോറും വളരുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഔസേപ്പ് പിതാവേ, സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം ധ്യാനിക്കുമ്പോ പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തെ സത്യവിശ്വാസത്തിൻ്റെ അടിത്തറയിൽ ഉറപ്പോടെ നിർത്തുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധ റൂഹ തൻ്റെ വചനത്തിൽ നിന്ന് നമുക്ക് നൽകുന്ന ആലോചന, വിശ്വാസത്താൽ നയിക്കപ്പെടുക. വിശ്വാസത്താൽ നയിക്കപ്പെടുക. ഈ കാലഘട്ടത്തിൽ ഈ സന്ദേശത്തിന് വലിയ പ്രാധാന്യമുണ്ട്. വിശ്വാസത്യാഗം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അനേകം ആത്മാക്കൾ വിശ്വാസരാഹിത്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഈ നാളുകളിൽ സത്യവിശ്വാസത്തിൽ ദിനംതോറും വളരുവാനും ജീവിക്കുവാനുമുള്ള അഭിഷേകമാണ് നമ്മൾ കർത്താവിൽ നിന്ന് പ്രാപിക്കേണ്ടത്. സത്യവിശ്വാസത്തിനെതിരെ ഒരുപാട് ഇന്ന് സാത്താന്യ ആക്രമണങ്ങൾ സംഭവിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവദൂഷണവും ദൈവനിഷേധങ്ങളും പരസ്യമായിട്ടുള്ള നമ്മുടെ കർത്താവിനോടുള്ള നിന്ന അപമാനങ്ങളും കർത്താവിൻ്റെ നാമത്തെ ദുഷിക്കുന്ന അവഹേളിക്കുന്ന എത്രയോ പ്രവൃത്തികൾ ഈ നാളുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും അവിചാരിതങ്ങളല്ല, കാലത്തിൻ്റെ അടയാളങ്ങളാണ്. നമ്മുടെ കർത്താവ് പറഞ്ഞു, കാലം അതിന് അന്ത്യത്തിലേക്ക് ചെല്ലുമ്പോൾ അനേകർ വിശ്വാസം ഉപേക്ഷിക്കും. സത്യവിശ്വാസത്തിൻ്റെ കൃപയിൽ നിന്ന് അനേകർ വിട്ടകന്നു പോകും. പലരും തെറ്റായ പ്രബോധനങ്ങളിൽ ആകൃഷ്ടരായി വിശ്വാസത്തെ നഷ്ടപ്പെടുത്തി കളയും. ലോകസുഖങ്ങൾക്ക് വേണ്ടി അനേകരെ തങ്ങളുടെ വിശ്വാസത്തെ നശിപ്പിക്കുമെന്ന് കർത്താവിൻ്റെ വചനം വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഈ ഒരു സമയത്തിൽ വളരെ വിശ്വസ്തയോടെ എന്നെയും നിങ്ങളെയും നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനായ കർത്താവ് ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തെ വളർത്തുവാനും വർദ്ധിപ്പിക്കുവാനും നമുക്ക് സാധ്യമാകണം. വെളിപാട് പുസ്തകം 14-ാം അധ്യായം 12-ാം തിരുവചനം. ഇവിടെയാണ് ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കുന്ന വിശുദ്ധരുടെ സഹനശക്തിയും യേശുവിലുള്ള
വിശ്വാസവും വേണ്ടത്. ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ റൂഹ എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? ഇവിടെയാണ് ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്ന വിശുദ്ധർക്ക് സകല ശക്തിയും യേശുക്രിസ്തുവിലുള്ള വിശ്വാസവും വേണ്ടത്. ഈ കാലഘട്ടത്തിൽ കർത്താവിൻ്റെ ജനം പ്രാപിക്കേണ്ട പ്രധാനപ്പെട്ട 2 കാര്യങ്ങളിലേക്ക് പരിശുദ്ധ റൂഹ ഈ വചനത്തിലൂടെ വെളിച്ചം വീശുകയാണ്. ഒന്ന് സകല ശക്തി, 2 കർത്താവായ യേശുക്രിസ്തുവിലുള്ള, അവൻ്റെ വചനങ്ങളിലുള്ള, അവൻ്റെ സഭയിലുള്ള അടിയുറച്ച വിശ്വാസം. എൻ്റെ സഹോദരങ്ങളെ, ഇന്ന് ലോകമെമ്പാടും ക്രൈസ്തവ വിരുദ്ധത വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടമാണ്. അത് ഇന്ന രാജ്യമെന്നോ ഇന്ന ദേശമെന്നോ ഇന്ന സ്ഥലമെന്നോ ഇല്ല. എല്ലായിടങ്ങളും ഒരുപോലെ ക്രൈസ്തവ വിശ്വാസത്തിനെതിരെയുള്ള ഒരുപാട് ആക്രമണങ്ങൾ ഇന്ന് സംഘടിതമായി നടക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ നടുവിൽ ഞാനും നിങ്ങളും സ്വന്തമാക്കേണ്ട വിശ്വാസത്തിൻ്റെ ചൈതന്യമുണ്ട്. നമ്മളെ വിശ്വസ്തയോടെ വരമേൽപ്പിച്ചിരിക്കുന്ന ഈ വിശ്വാസം നമ്മളെ വരമേൽപ്പിച്ചിരിക്കുന്നത് മനുഷ്യരല്ല, നമ്മളെ തെരഞ്ഞെടുത്ത കർത്താവായ ഈശോ തന്നെയാണ്. നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനും ഈ വിശ്വാസത്തെ അതിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കുന്നവനും നമ്മുടെ ഈശോയാണ്. അവനാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ നായകൻ. ആ കർത്താവാണ് നമ്മെ വിശ്വസ്തയോടെ ഈ വിശ്വാസം വരമേൽപ്പിച്ചിരിക്കുന്നത്. നമ്മൾ കർത്താവിനെ ചതിക്കുകയില്ല എന്ന് കർത്താവ് നമ്മളെ അങ്ങ് വിശ്വസിച്ചിരിക്കുക. നമ്മൾ ശ്രദ്ധിക്കണമേ, ഈ സമയത്ത് എന്ത് വില കൊടുത്തും വിശ്വാസത്തെ ദുഷിപ്പിക്കുന്ന, വിശ്വാസത്യാഗം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, സത്യവിശ്വാസത്തിൻ്റെ കൃപയിൽ നിന്ന് ജനം അകന്നു മാറിക്കൊണ്ടിരിക്കുന്ന ഈ നാളുകളിൽ വിശ്വാസം ജീവിക്കുക, സത്യവിശ്വാസം വളർത്തുക, സത്യവിശ്വാസം പ്രഘോഷിക്കുക, സത്യവിശ്വാസത്തിന് അടിത്തറയിൽ കൃപയോടെ ബലത്തോടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. കൊടിയ സഹനങ്ങളുണ്ട്, നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും, നഷ്ടങ്ങളുണ്ട്, അവിടെ ത്യാഗമുണ്ട്, വേദനയുണ്ട്, കഷ്ടതയുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, ഇതിൻ്റെ നടുവിലും വിശ്വസ്തയോടെ കർത്താവ് നമ്മളെ ഏൽപ്പിച്ച ഈ വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ എനിക്കും നിങ്ങൾക്കും തീരുമാനമുണ്ടാകണം. ഈ 2023 പുതുവർഷത്തിൽ സ്വർഗത്തിന് നമുക്ക് നൽകാനുള്ള പ്രവചന സന്ദേശം ഇതാണ്: സത്യവിശ്വാസത്തിൻ്റെ കാവലാളുകളായി ഞാനും നിങ്ങളും മാറ്റപ്പെടണം. അപ്പോസ്തലന്മാരെ കർത്താവിനോട് പ്രാർത്ഥിച്ച് മനോഹരമായൊരു പ്രാർത്ഥനയുണ്ട്. ഒരു കൊച്ചു പ്രാർത്ഥനയാണ്, പക്ഷെ ആ പ്രാർത്ഥനയ്ക്ക് വലിയ പവറാണ്. അവരെന്താ പ്രാർത്ഥിച്ചത്? ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായം 5-ാമത്തെ വചനമാണ്. കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഇന്ന് ഞാനും നിങ്ങളും ചങ്ക് പൊട്ടി കർത്താവിൻ്റെ സന്നിധിയിൽ നിലവിളിയോടെ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണിത്. ഓ ലോർഡ്, ഇൻക്രീസ് അവർ ഫെയ്ത്ത്. കർത്താവെ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ കുഞ്ഞുങ്ങളിലും സഭാ സമൂഹങ്ങളിലും നമ്മുടെ കൂട്ടായ്മകളിലെല്ലാം സത്യവിശ്വാസത്തിൻ്റെ തീ പടരണം. ഇന്ന് മറ്റെന്തിനേക്കാൾ ഉപരി നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് വിശ്വാസം വർദ്ധിക്കുവാനാണ്. നമ്മുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോയി. വിശ്വസിക്കുന്നുണ്ടെന്ന് നമ്മൾ ധരിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ നമുക്ക് ശരിയായ വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ടെങ്കിൽ എൻ്റെ സഹോദരങ്ങളെ, നമുക്കിതുപോലെ ജീവിക്കാൻ പറ്റത്തില്ല, ഇതുപോലെ സംസാരിക്കാൻ പറ്റത്തില്ല, ഇതുപോലെ പ്രവർത്തിക്കാൻ പറ്റത്തില്ല. വചനത്തോട് അനുസരണമുള്ളവരായി, വിശ്വാസം ജീവിക്കുന്നവരായി ഈ നാളുകളിൽ നമ്മളെല്ലാം മാറ്റപ്പെടും. അപ്പോസ്തലനായ പൗലോസ് സഭയോട് പറഞ്ഞൊരു കാര്യമുണ്ട്. കൊരിന്തോസ് സഭയ്ക്കെതിരെ 2-ാമത്തെ ലേഖനം 5-ാം അധ്യായം 7-ാമത്തെ വചനമാണ്. ഇവിടെ പൗലോസ് പറയാണ്, ഞങ്ങൾ നയിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ്, കാഴ്ചയാലല്ല. വളരെ പ്രാധാന്യമുള്ളൊരു വചനമാണ്. പരിശുദ്ധ റൂഹ
ഈ വചനം എനിക്കും നിങ്ങൾക്കും കൃപയായി നൽകുമ്പോൾ എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ ഈ വചനത്തിൻ്റെ മർമ്മം മനസ്സിലാക്കണം. ഞങ്ങൾ നയിക്കപ്പെടുന്നത് ഈ ലോകത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ, ഈ ലോകത്തിന് നിറങ്ങളും വർണ്ണങ്ങളും, ഈ ലോകം പറയുന്ന പാഴ്വാക്കുകളും, ഈ ലോകം തരുന്ന നെഗറ്റീവ് എനർജികളും, ഈ ലോകത്തിൻ്റെ ദുഷിപ്പുകളും കണ്ടുകൊണ്ടല്ല ഞങ്ങൾ ജീവിക്കുന്നത്. ഇതൊക്കെ ഞങ്ങൾ ചുറ്റുപാടുകളിലുണ്ട്. എന്നാൽ ഞങ്ങൾ നയിക്കപ്പെടുന്നത്, ഞങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴും ഞങ്ങൾ നയിക്കപ്പെടുന്നത്, ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ വിശ്വാസത്താലാണ്. വാക്ക് ബൈ ഫെയ്ത്ത്, നോട്ട് ബൈ സൈറ്റ്. ഞങ്ങൾ കാഴ്ചയാലല്ല. കാഴ്ചപ്പാടിൻ്റെ ലോകത്തിൽ നിന്ന് വിശ്വാസത്തിൻ്റെ മണ്ഡലത്തിലേക്ക് പൗലോസ് അപ്പോസ്തലൻ ഉയർത്തപ്പെടുക. എൻ്റെ സഹോദരങ്ങളെ, ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴും ഈ ലോകം കണ്ട് ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണോ? ഒരിക്കലുമല്ല. നമ്മളിവിടെ അന്യരും പരദേശികളുമാണ്. ഈ ലോകത്തിൽ നമ്മൾ കൂടാരവാസികളാണ്. നമ്മളിവിടെ തീർത്ഥാടകരാണ്. നമ്മുടെ ശാശ്വതമായ ഭവനം സ്വർഗത്തിലാണ്. നമ്മുടെ കർത്താവിനോട് കൂടെ നിത്യമഹത്വത്തിൽ വാഴുക, അതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിളിയും തെരഞ്ഞെടുപ്പും. അപ്പോസ്തലൻ പറയുന്നില്ലേ പൗലോസ്ലീഹ, കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്നത് കണ്ണ് കണ്ടിട്ടില്ല, കാത് കേട്ടിട്ടില്ല, അത് മനുഷ്യ മനസ്സ് ആരും ഗ്രഹിച്ചിട്ടില്ല. അത്രയും മനോഹരമായ ആ മഹത്വം ദൈവം നമുക്കെല്ലാം വേണ്ടി ക്രമീകരിച്ചിരിക്കുക. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴും ഈ ലോകത്തിൻ്റെ നിറങ്ങളും വർണ്ണങ്ങളും കണ്ട് അതിൽ മയങ്ങി അതിൽ ആകർഷ്ടരായി മുന്നോട്ട് പോകാൻ തെരഞ്ഞെടുക്കപ്പെട്ടവരല്ല കർത്താവിൻ്റെ ജനം. ഹല്ലേലൂയ! നമ്മൾ അവൻ്റെ ജനമാണ്. അവൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട കർത്താവിൻ്റെ സ്വന്തം ജനം. നമ്മൾ കർത്താവിൻ്റെ വകയാണ്. എന്നാൽ ഇന്ന് സങ്കടകരമായൊരു കാര്യം, ഇപ്പോഴും നമ്മെ കർത്താവിന് കിട്ടിയിട്ടില്ല. കർത്താവിന് നമ്മെ സ്വന്തമായി ഇപ്പോഴും കിട്ടിയിട്ടില്ല. പലപ്പോഴും നമ്മൾ ഈ കാഴ്ചയുടെ ലോകത്തിൽ ഈ നിറങ്ങളിലും വർണ്ണങ്ങളിലും ആകൃഷ്ടരായി നമ്മൾ പലപ്പോഴും ലൗകികരായി ജഡീകരായി ജീവിക്കുകയാണ്, നയിക്കപ്പെടുകയാണ്. ഇവിടെയാണ് പൗലോസ് അപ്പോസ്തലന്റെ വചനം. ഞങ്ങൾ നയിക്കപ്പെടുന്നത് കാഴ്ചയാലല്ല, ഈ ലോകത്തിൻ്റെ മോഹങ്ങളിലോ, ഈ ലോകത്തിൻ്റെ നിറങ്ങളാലോ, ഈ ലോകത്തിൻ്റെ വർണ്ണങ്ങളാലോ, ഈ ലോകത്തിൻ്റെ സുഖഭോഗങ്ങളാലല്ല. ഞങ്ങൾ നയിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ്. വാക്ക് ബൈ ഫെയ്ത്ത്. ഹല്ലേലൂയ! ഈ വചനത്തിൻ്റെ കൃപയാണ് സഹോദരങ്ങളെ കർത്താവിൽ നിന്ന് ഞാനും നിങ്ങളും പ്രാപിച്ചെടുക്കേണ്ടത്. വിശ്വാസത്തിൽ നയിക്കപ്പെടുന്നവരാകുക, വിശ്വാസത്തിൽ ജീവിക്കുന്നവരാകുക, ദിനംതോറും സത്യവിശ്വാസത്തിൽ മുന്നേറുന്നവരാകുക. അതാണ് കർത്താവിൻ്റെ ജനം. ഈ വിശ്വാസത്തിൻ്റെ നിറവ് നമ്മളിലുണ്ടെങ്കിൽ നമ്മൾ ഒന്നിനെയും ഭയപ്പെടേണ്ട. അവിവേകം കാണിക്കാനല്ല പറയുന്നത്, ഒന്നിനെയും ഭയപ്പെടേണ്ട. ദൈവത്തിൻ്റെ വചനം എന്താ പ്രഖ്യാപിക്കുന്നത്? മാർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 23-ാമത്തെ വചനം. ഈ വിശ്വാസത്തിൻ്റെ നിറവ് നമ്മിലുണ്ടെങ്കിൽ കർത്താവിൻ്റെ പ്രോമിസ് എന്താ? ഇത് കർത്താവിൻ്റെ ജീവനുള്ള വചനമാണ്. വഴിപ്പോക്കരും നാട്ടുകാരും അവരും ഇവരും പറയുന്ന വാക്കുകളല്ല ഇത്. സർവശക്തനും സർവാധിപനുമായ തൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ മാറ്റമില്ലാത്തവനായ നമ്മുടെ കർത്താവിൻ്റെ തിരുവചനമാണിത്. യേശു പറഞ്ഞില്ലേ മത്തായിയുടെ സുവിശേഷം 24:35, ആകാശവും ഭൂമിയും കടന്നു പോയാലും എൻ്റെ വചനം കടന്നു പോവുകയില്ല, വള്ളിപ്പുള്ളി മാറുകയില്ല. നമ്മൾ എത്ര പേര് ഈ വചനത്തിൽ വിശ്വസിക്കുന്നുണ്ട്? ഒരിക്കലും ശ്രദ്ധിച്ച് നിങ്ങൾ ഇങ്ങോട്ട് നോക്കിക്കേ. കർത്താവിൻ്റെ വചനങ്ങളിൽ സംശയിക്കരുത്. കർത്താവിൻ്റെ പ്രോമീസിൽ അവിശ്വസിക്കരുത്. നമ്മോട് വാഗ്ദാനം ചെയ്ത നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്. നമുക്ക് തന്നിരിക്കുന്ന ഓരോ പ്രോമീസും നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റുവാൻ ശക്തനും മതിയായവനുമാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ! എത്ര അനുഗ്രഹീതരാണ് നമ്മൾ എന്തുമാത്രം ബ്ലെസ്സഡ് ആണ് പ്രിയപ്പെട്ടവരെ. കർത്താവ് തന്ന പ്രോമീസ് എന്താ? മാർക്കോസിന്റെ സുവിശേഷം 9:23 വിശ്വസിക്കുന്നവർക്ക്
എല്ലാ കാര്യങ്ങളും സാധിക്കും. എല്ലാവരും ഒരുമിച്ച് വചനം നേറ്റ് പറഞ്ഞേ. വിശ്വസിക്കുന്നവർക്ക് എല്ലാ കാര്യങ്ങളും സാധിക്കും. എല്ലാ കാര്യങ്ങളും പോരാ, സാധിക്കും. കൃപയോടെ ഹൃദയം തുറന്നങ്ങ് പ്രഖ്യാപിക്കണം. വിശ്വസിക്കുന്നവർക്ക് എല്ലാ കാര്യങ്ങളും സാധിക്കും. എല്ലാ കാര്യങ്ങളും സാധിക്കും. ഇത് കർത്താവിന്റെ പ്രോമിസാണ്. നമുക്കിത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ലോകം പറയുന്ന നെഗറ്റീവ് വാക്കുകൾ കേട്ട് ജീവിക്കേണ്ടവരല്ല നമ്മൾ. ലോകം പറയും അത് നടക്കത്തില്ല, ഇത് ശരിയാവില്ല, നമ്മുടെ കുടുംബം അനുഗ്രഹം പ്രാപിക്കില്ല, നമ്മുടെ മക്കള് പരിശുദ്ധാത്മ അനുഭവമുള്ളവരാവുകയില്ല, നമ്മൾ നശിച്ചു, നമ്മൾ തീർന്നു, ഈ രോഗം നമ്മളെ കൊണ്ടുപോകും, എല്ലാം തീർന്നു, എല്ലാം അവസാനിച്ചു. ഇതാണ് ലോകം തരുന്ന പാഴ്വാക്കുകൾ. ഇന്ന് അനേകർ ലോകത്തിൻ്റെ പാഴ്വചനങ്ങൾ കേട്ട് അത് വിശ്വസിച്ച് നിരാശയും വിഷാദവും വേദനയുമായി ജീവിക്കുക. കർത്താവിൻ്റെ പ്രോമിസിൽ വിശ്വസിക്കുക. ദൈവത്തിൻ്റെ പൈതലെ, എൻ്റെ സഹോദര സഹോദരി, നിനക്കൊന്ന് വിശ്വസിച്ചുകൂടെ? വിശ്വസിക്കുന്നവർക്ക് എല്ലാ കാര്യങ്ങളും സാധിക്കും. വീണ്ടും മത്തായിയുടെ സുവിശേഷം വചനം പറയുകയാണ് 17:21, വിശ്വസിക്കുന്നവർക്കൊന്നും അസാധ്യമായിരിക്കുകയില്ല. ഹല്ലേലൂയ! വിശ്വസിക്കുന്നവർക്കൊന്നും അസാധ്യമായിരിക്കില്ല. കാരണം എന്താ? നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനായ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന കർത്താവ് നമ്മോട് കൂടെയുള്ളതിനാൽ ആരെല്ലാം അവനിൽ വിശ്വസിക്കുന്നുവോ, ആരെല്ലാം യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് അവൻ്റെ നാമത്തിൽ അവൻ്റെ വചനത്തിൽ വിശ്വസിക്കുന്നുവോ അവർക്കും ഒന്നും അസാധ്യമായിരിക്കുകയില്ല എന്ന് ആരാ പറഞ്ഞിരിക്കുന്നത്? ജീവിക്കുന്ന കർത്താവാ യേശു. ഇത് കർത്താവിൻ്റെ വചനമാ, ഇത് കർത്താവിൻ്റെ പ്രോമിസാ. ഈ വിശ്വാസത്തിൻ്റെ കൃപയിലേക്ക് നീ വരണം. സാഹചര്യങ്ങൾ എന്തുമാത്രം കുഴഞ്ഞു മറിഞ്ഞതായിക്കൊള്ളട്ടെ, സാമ്പത്തിക പരാധീനതയുണ്ട്, വിട്ടുമാറാത്ത രോഗങ്ങൾ, അനുസരിക്കാതെ മറുതലിക്കുന്ന മക്കള്, വഴിതെറ്റിപ്പോകുന്ന നമ്മുടെ കുഞ്ഞുങ്ങള്, ദൈവഭയം നഷ്ടപ്പെടുന്ന നമ്മുടെ തലമുറ, സഭയെക്കുറിച്ചുള്ള ആകുലതകൾ, ആശങ്കകൾ. എൻ്റെ സഹോദരങ്ങളെ, പ്രത്യാശിക്കാൻ നമുക്ക് അധികം വകയൊന്നും പലപ്പോഴും കാണുവാനും കേൾക്കുവാനും പറ്റുന്നില്ലെങ്കിൽ പോലും കർത്താവിൻ്റെ പ്രോമിസിൽ നീ ചങ്കുറപ്പിക്ക്. കർത്താവിൻ്റെ ജീവനുള്ള വചനത്തിൽ നീ വിശ്വസിക്ക്. വചനം പരാജയപ്പെടുന്നില്ല, വചനത്തിന് മാറ്റമില്ല. ആകാശം ഭൂമിയും മാറിയാലും കർത്താവിൻ്റെ വചനങ്ങൾ മാറുന്നില്ല. ഹല്ലേലൂയ! ജീവനുള്ള വചനം, ജീവിക്കുന്ന വചനം, സൃഷ്ടിക്കാൻ കഴിവുള്ള വചനം. ആ വചനം ഇന്നും ലൈവായി നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ കഴിയും. സഹോദരങ്ങളെ, വിശ്വസിക്കണം, വിശ്വാസത്താൽ നയിക്കപ്പെടണം. ജീവിക്കുന്ന കർത്താവിൻ്റെ വചനങ്ങളെ മുറുകെ പിടിക്കണം. വചനം പറയാൻ അവർക്കൊന്നും അസാധ്യമായിരിക്കില്ല. എബ്രായ പുസ്തകം 10:38 എന്താ കർത്താവ് തരുന്ന മറ്റൊരു പ്രോമിസ്? എൻ്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കും. എൻ്റെ വ്യക്തി ജീവിതത്തിലും ശുശ്രൂഷ ജീവിതത്തിലും എന്നെ ഏറ്റവും സ്വാധീനിച്ച വചനങ്ങളിലൊന്നാണ് ഹെബ്രായർ 10:38. എൻ്റെ നീതിമാൻ ജീവിക്കുന്നത് വിശ്വാസം മൂലമാണ്. വിശ്വാസം മൂലം ജീവിക്കും. സഹോദരങ്ങളെ, ഇത് കൃപയായി ഏറ്റെടുക്കാൻ പറ്റൂ. എങ്ങനെ വിശ്വാസം മൂലം ജീവിക്കുക? നമ്മുടെ ബുദ്ധിക്ക് ഇത് മനസ്സിലാവില്ല, നമ്മുടെ യുക്തിക്ക് ഇത് പിടികിട്ടത്തില്ല. ഇത് കർത്താവിൻ്റെ പ്രോമിസാ, കർത്താവിൻ്റെ ജീവനുള്ള വചനമാണിത്. എൻ്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കും. എത്രയെത്ര അനുഭവങ്ങൾ നമുക്ക് പറയാനുണ്ട് സഹോദരങ്ങൾ. ഇത്രയും കാലം ആരാ വഴി നടത്തിയത്? ഇത്രയും കാലം ആരാ പരിപാലിച്ചത്? പലപ്പോഴും ഇതെങ്ങനെ നടക്കും, എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകും എന്നൊക്കെ ചിന്തിച്ച സമയത്തും നമ്മുടെ ചിന്തകൾക്കപ്പുറമായി കർത്താവ് പരിപാലിച്ചില്ലേ? കർത്താവ് വഴി നടത്തിയില്ലേ? എന്തുമാത്രം നന്മകളാൽ നമ്മളെ സമ്പന്നമാക്കി. ഇതാണ് ഈ വചനം. വിശ്വാസം മൂലം ജീവിക്കും. പണം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് കർത്താവിൻ്റെ ജനം. ബിസിനസ്, കഴിവ്, ആരോഗ്യം, ലോകത്തിൻ്റെ സാധ്യതകൾ, ഇതുകൊണ്ട് മാത്രമാണോ ജീവിക്കുന്നത്? അല്ല സഹോദരങ്ങളെ. ഫെയ്ത്ത്, വിശ്വാസം മൂലം ജീവിക്കാൻ പറ്റും.
അതിന് പറയുന്ന പേരാ ദൈവപരിപാലന. എല്ലാവരും ഒരുമിച്ച് പറഞ്ഞേ, 3 പ്രാവശ്യം പറഞ്ഞേ, ദൈവപരിപാലന. ദൈവപരിപാലന. ഒരൽപ്പൂട് ഉച്ചത്തിൽ പറഞ്ഞേ, ദൈവപരിപാലന. ദൈവപരിപാലന. വിശ്വാസം മൂലം ജീവിക്കുന്നതിന് പറയുന്നതാണ് ദൈവപരിപാലന. ദൈവപരിപാലന. കർത്താവിൻ്റെ പ്രൊവിഡൻസ് ആണ്. വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിക്കാൻ പറ്റുമോ? നീ ഇങ്ങനെ വിഷമിച്ച് നരകിച്ച് പിറുപിറുത്ത് ദുഃഖിച്ച് വിഷാദപ്പെട്ട് ജീവിക്കാൻ വിളിക്കപ്പെട്ടവനാണോ, വിളിക്കപ്പെട്ടവളാണോ? എൻ്റെ സഹോദര സഹോദരി, നിന്റെ സ്ഥിതിക്ക് കർത്താവ് മാറ്റം വരുത്തും. നീ ഒന്ന് വിശ്വസിക്കേ. ഈ വചനത്തിലൊന്ന് ഹൃദയം ഉറപ്പിക്കുക. ഇത് വെറും കഥാപുസ്തകമാണോ? ഇത് വെറുമൊരു സ്റ്റോറി പറയുന്നത്, വെറുമൊരു മുത്തശ്ശി കഥകൾ പോലെ കഥ പറയുന്നൊരു പുസ്തകമാണോ? പ്രിയപ്പെട്ടവർ, ഇതിൽ മുഴുവൻ ദൈവശക്തിയാണ്. ദൈവശക്തി, പവർ ഓഫ് ഗോഡ്. നിന്റെ ജീവിതത്തെ അത് മാറ്റും, നിന്റെ കുടുംബത്തെ അത് മാറ്റും, നിന്റെ കുഞ്ഞുങ്ങളെ അത് മാറ്റും, നിന്റെ തലമുറകളെ അത് മാറ്റും, നിന്റെ തൊഴിൽ മണ്ഡലങ്ങളെ അത് മാറ്റിക്കളയും. കാരണം അത് വളരെ പവർഫുള്ളാണ്. വിശ്വാസത്താൽ നയിക്കപ്പെടുവാൻ, വിശ്വാസത്താൽ ജീവിക്കുവാൻ, വിശ്വാസത്തിൽ വളരുവാൻ നമുക്ക് സാധിക്കണം. എൻ്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കും, വിശ്വാസം മൂലം ജീവിക്കും. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, യോഹന്നാന്റെ സുവിശേഷം 8:31 തന്നിൽ വിശ്വസിച്ചവരോട് കർത്താവ് സംസാരിച്ചു. വിശ്വസിക്കുന്നവരിലാണ് വചനം പ്രവർത്തിക്കുന്നത്. വിശ്വസിക്കുന്നവരിലാണ് കർത്താവിൻ്റെ പ്രോമീസുകൾ ആക്റ്റീവ് ആകുന്നത്. ബിലീവ്. എന്താ സ്വർഗം പറയുന്നത്? ബിലീവ്. നീ വിശ്വസിക്കേ, നീ വിശ്വസിക്കേ, നീ വിശ്വസിക്കേ. യെസ്, വിശ്വസിക്കേ. വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ചുമ്മാ വിശ്വസിക്കുന്ന അതല്ല ഇവിടെ പറയുന്നത്. വിശ്വസിക്കുക എന്ന് പറയുന്നത് എന്താ? ദൈവാശ്രയത്വമാണ് വിശ്വാസം. കർത്താവിൻ്റെ വചനങ്ങളിലുള്ള ഉറപ്പാണ് വിശ്വാസം. കർത്താവിൻ്റെ വിശ്വസ്തതയിലുള്ള ശരണമാണ് വിശ്വാസം. നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ വിശ്വസിക്കുന്നു ഇത് പറയുന്നതല്ല വിശ്വാസം. അതാണ് വിശ്വാസം. അല്ല, അത് ചുമ്മാ ഇങ്ങനെ പറയുന്നതല്ലേ. കർത്താവിൻ്റെ വിശ്വസ്തതയിലുള്ള ശരണം, കർത്താവിൻ്റെ ജീവനുള്ള വചനത്തിലുള്ള ആശ്രയത്വം, അതാണ് ഫെയ്ത്ത്. ആ ഫെയ്ത്താണ് നമ്മളെ നയിക്കേണ്ടത്. ആ ഫെയ്ത്താണ് നമ്മളെ ദിനം തോറും വളർത്തേണ്ടത്. പരിശുദ്ധാത്മ പ്രവർത്തിക്കും. അവൻ വചനത്തിൻ്റെ ആത്മാവാണ്. ദൈവത്തിൻ്റെ റൂഹ നമ്മെ അനുഗ്രഹിക്കും. ഈ പുതുവർഷത്തിൽ എൻ്റെ സഹോദരങ്ങളെ, വിശ്വാസത്തിന് മങ്ങലേൽക്കുന്ന സകലതിനോടും വിട പറഞ്ഞ് നമ്മുടെ വിശ്വാസത്തെ ജ്വലിപ്പിക്കുന്ന കാര്യങ്ങൾ കേൾക്കണം നിങ്ങൾ. നമ്മുടെ വിശ്വാസത്തെ ഉണർത്തുന്ന സംഭവങ്ങൾ, പ്രവൃത്തികൾ നമ്മൾക്ക് ഈ നെഗറ്റീവ് കേട്ട് നമ്മളും അറിയാതെ നെഗറ്റീവായിക്കൊണ്ടിരിക്കുക. ഈ പുതുവർഷത്തിൽ തീരുമാനങ്ങൾ ഉണ്ടാകട്ടെ. നല്ലത് കേൾക്കുവാൻ, വിശ്വാസത്തെ ജ്വലിപ്പിക്കുന്ന കാര്യങ്ങൾ കാണുവാൻ, കേൾക്കുവാൻ, സംസാരിക്കുവാൻ, ഇടപെടുവാൻ നമുക്ക് സാധ്യമാകട്ടെ. നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനും അതിനെ പൂർണ്ണതയിലെത്തിക്കുന്നവനുമായ കർത്താവ് നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ ആവശ്യങ്ങളെയും നമ്മുടെ സകല നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്കേവർക്കും പുതുവർഷത്തിൻ്റെ എല്ലാ നന്മകളും ഒത്തിരി സ്നേഹത്തോടെ ഈശോയുടെ നാമത്തിൽ ആശംസിക്കുന്നു. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ കർത്താവേ,